കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുന്ന വേദന തോന്നുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ്. ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൗഫൻ എൻ്റെ വയറ്റിൽ കുറെ ചവിട്ടി. എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൗഫനെ കഴുത്തിൽ പിടിച്ചു. ഇവിടുത്തെ ഉമ്മ എന്നെ കുറെ തെറി വിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും. അസ്സലാമു അലൈക്കും. ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് ആ കുട്ടി അവസാനമായി തൻ്റെ അമ്മയ്ക്ക് അയച്ചതാണ്. അമ്മ അത് വായിച്ചത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. വീട്ടുകാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കൂടി ജീവൻ ഒടുക്കി. കുറച്ചു നാളുകളായിട്ട് ഇതുതന്നെയാണ് വാർത്ത. കൊല്ലം സ്വദേശി വിഭജിക ഭർത്താവിൻ്റെയും ഭർത്തൃ സഹോദരിയുടെയും ഭർത്താവിൻ്റെ പിതാവിൻ്റെയും ക്രൂരപീഡനം സഹിക്കാൻ പറ്റാതെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊലപ്പെടുത്തി വിഭജിക ആത്മഹത്യ ചെയ്തു. അതിൻ്റെ നടുക്കം മാറാതിരിക്കുമ്പോൾ അതുല്യ എന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ ക്രൂരതകൾ കാട്ടുന്ന വീഡിയോ ബന്ധുക്കൾക്ക് അയച്ചു നൽകിയതിനു ശേഷം ജീവൻ ഒടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഗർഭിണി തൻ്റെ മാതാവിന് താൻ അനുഭവിച്ച ദുരാനുഭവങ്ങൾ വാട്സപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ജീവൻ ഒടുക്കുകയാണ്. ഭർത്താവ് വലിയകത്ത് നൗഫൽ, 29 വയസ്സാണ് പ്രായം. പോലീസ് കസ്റ്റഡിയിലാണ്. ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടന്നു വരികയാണ്. എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് അതിനുശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷവും 9 മാസം മാത്രമേ ആകുന്നുള്ളൂ. ആ കുട്ടിക്ക് 9 മാസം പ്രായമായിട്ടുള്ളൂ. ഇതിനു പിന്നാലെയാണ് യുവതി ഗർഭിണിയായത്. അതിനുശേഷമാണ് ഈ ഭർത്താവ് അവളെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. ഭർത്താവിൻ്റെ മാതാവും തെറി വിളിച്ച് അവളെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു. ഈ കുട്ടി ഗർഭിണിയാണ് എന്ന് പോലും സ്വന്തം വീട്ടുകാർ അറിയില്ല എന്ന് പറയുന്നു. ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ആ വയറ്റിൽ സ്വന്തം കുഞ്ഞിൻ്റെ നേരെ കാലുയർത്തിയാണ് ചവിട്ടുന്നത്. ആ വേദന നമ്മൾക്ക് ഓർക്കുമ്പോൾ തന്നെ വലിയൊരു നൊമ്പരമാണ്. ഇപ്പോൾ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടുകാർക്ക് വിട്ടു നൽകും. ഈ നൗഫൽ ഒരു കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ്. ആ കുട്ടിയുടെ ബന്ധുക്കളും ഹോസ്പിറ്റൽ പരിസരത്ത് ഉണ്ട്. നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പീഡനമായിരുന്നു. ഭാര്യയുടെ ഭർത്താവിൻ്റെ ഉമ്മ പീഡിപ്പിക്കുമായിരുന്നു. ശരിക്കും വർത്തമാനങ്ങളൊക്കെ പറയും, ആവശ്യമില്ലാത്ത തെറികളും അതൊക്കെ പറഞ്ഞിരുന്നതാണ്. പിന്നെ അവൻ ചവിട്ടി എല്ലാം ഇതായിരുന്നു, തല്ലുടുത്തം ഒക്കെ ഉണ്ടായിരുന്നു ബിയർക്കാർ. ഇവർക്കിടയിൽ സ്ത്രീധന പ്രശ്നം ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മാതാവ് ഇവളെ വഴക്കു പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി അവരെ ചീത്ത വാക്ക് വിളിച്ചു. അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായി. അവരുടെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ആ പ്രശ്നം പരിഹരിച്ചു. ഈ കുട്ടി മരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് സ്വന്തം ഉമ്മയ്ക്ക് വേദനയോടെ തൻ്റെ അവസാനത്തെ വാക്കുകൾ വാട്സപ്പ് ചെയ്യുന്നത്. ഉമ്മ അത് വായിക്കാൻ വൈകിപ്പോയി. അത് വായിച്ചത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും അവർ ആത്മഹത്യ ചെയ്തു. ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ പറഞ്ഞത് ആ കുട്ടി സുഖമില്ലാതെയാണ് കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ്. ഇവർ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. ഗർഭിണിയാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരം. ഈ കുട്ടിക്ക് ഒരു വിഷമം വന്നപ്പോൾ ഉടനെ തന്നെ തൻ്റെ മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കാതെ സ്വന്തം തീരുമാനമെടുക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ പോലും ആ കുട്ടി ഓർത്തില്ലല്ലോ. ഗർഭിണിയായി തൻ്റെ വയറ്റിൽ ഇത്രമേൽ ചവിട്ടി അപമാനം സഹിക്കാൻ പറ്റാതെയാണ് ഈ കടുങ്കൈ ആ കുട്ടി ചെയ്തത്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താൻ അവളെ ചവിട്ടി എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നു. ഒരു അമ്മയുടെ സ്വപ്നമാണ് തൻ്റെ വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞു ജീവൻ. ആ സ്വപ്നങ്ങളെയാണ് ഇയാൾ കാൽ കൊണ്ട് തട്ടി തെറിപ്പിച്ചത്. വയറ്റിൽ വളർന്നതും നിശബ്ദമായി ഒടുവിൽ ആത്മഹത്യയായി മാറി. ദയയും മനുഷ്യത്വവും നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ മറ്റൊരു കടും നിഴലായി ആ കുട്ടി മാറി. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.